മറന്നോ ഷീബ? ഹായ് ആൻമറിൻ, എല്ലാവരുടെയും പേര് കാണുന്നില്ല കേട്ടോ. ആൻമറിൻ, ദെൻ ആരാണ്? സിഗ മോഹൻ അല്ലെ? ഹായ് അഞ്ജു. ശ്രീലക്ഷ്മി ഹായ്. സൗമ്യ ഓക്കെ. ഷീബ അത് ഡെയിലി പറയുന്നല്ലോ, മാത്സ് ഇന്ന ദിവസങ്ങളിലൊക്കെ ഉണ്ട് എന്ന് ഓൾറെഡി പറഞ്ഞു വെച്ച സംഭവം അല്ലേ? ആരാണ്? നാഗവല്ലി ഹായ്. സംഗീത ഓക്കെ. ഷീബ ഹായ്. സബീന മോർണിംഗ്. ഹായ് സൗമ്യ. ഓക്കെ ഷീബ. അപ്പൊ നമ്മുടെ അറിവിന്റെ ക്ലാസ്സിന് ഒരു തീരുമാനമായല്ലോ ഇന്ന്. ദെൻ അനിൽ ഹായ്. മീനാക്ഷി ഹായ്. സൈനബ ഹൂറിൻ ഹായ്. സുരേഷ് PDF കണ്ടിരുന്ന എല്ലാവരും കെമിസ്ട്രി? ഹായ് ജിഷ ഹായ്. പൂജ ഹായ്. അർച്ചന ഭയങ്കര PDF ആയി പോയോ? സ്വാഗത് ഗ്രൂപ്പിലൊന്നും ഇല്ല, നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിലൊന്നും ഇല്ല. ടെലിഗ്രാം ഗ്രൂപ്പിൽ ഇല്ലാത്തവർ ജോയിൻ ചെയ്തോളൂ, അതിലായിരിക്കും നമ്മൾ PDF ഒക്കെ അപ്ഡേറ്റ് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ നമ്മൾ സ്റ്റാർട്ട് ചെയ്താലോ? സ്റ്റാർട്ട് ചെയ്യാം. ഹാലജൻ ഗ്രൂപ്പിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ഹാലജൻ ഗ്രൂപ്പിൽ ഉൾപ്പെടാത്തത് ഏത് എന്നാണ് ആദ്യ ചോദ്യം. ഓപ്ഷൻ എ അയഡിൻ, ഓപ്ഷൻ ബി ക്ലോറിൻ, ഓപ്ഷൻ സി സെനോൺ, ഓപ്ഷൻ ഡി ഫ്ലൂറിൻ. ഇതിൽ ഏതാണ് ഹാലജൻ ഗ്രൂപ്പിൽ ഉൾപ്പെടാത്തത്? ഏതാണ് ഹാലജൻ ഗ്രൂപ്പിൽ ഉൾപ്പെടാത്തത്? ഏതാണ്? സെനോൺ ആണ് കേട്ടോ. സെനോൺ ആണ് ഹാലജൻ ഗ്രൂപ്പിൽ ഉൾപ്പെടാത്തതായിട്ട് പറയപ്പെടുന്നത്. സെനോൺ ആണ്. അയഡിൻ, ക്ലോറിൻ, ഫ്ലൂറിൻ ഒക്കെ ഹാലജൻ ഗ്രൂപ്പിൽ ഉൾപ്പെടുന്നവയാണ്. ആൽക്കലി ലോഹങ്ങളിൽ ഏറ്റവും സാന്ദ്രത കുറഞ്ഞിരിക്കുന്നത് ഏതാണ്? സീസിയം, പൊട്ടാസ്യം, സോഡിയം, ലിഥിയം. ആൽക്കലി ലോഹങ്ങളിൽ ഏറ്റവും സാന്ദ്രത കുറഞ്ഞിട്ടുള്ളത് ഏതാണ്? ലിഥിയമാണ്. ഈ ലിഥിയത്തിന് എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? ആൽക്കലി ലോഹങ്ങളിൽ ഏറ്റവും സാന്ദ്രത കുറഞ്ഞത് ലിഥിയമാണ്. ഈ ലിഥിയം കീപ്പ് ചെയ്യുന്നതിലോ അല്ലെങ്കിൽ എടുത്തു വെക്കുന്നതിലോ എന്തെങ്കിലും പ്രത്യേകതകളൊക്കെ ഉണ്ടോ ലിഥിയത്തിന്? ഓക്കെ. മെഴുകിൽ പൊതിഞ്ഞ് സൂക്ഷിക്കുന്ന മൂലകമാണ് അല്ലെ? മെഴുകില് പൊതിഞ്ഞ് സൂക്ഷിക്കുന്ന മൂലകമാണ് ഏത്? ലിഥിയമാണ് മെഴുകില് പൊതിഞ്ഞ് സൂക്ഷിക്കുന്നത്. അതുപോലെ തന്നെ ഈ പൊട്ടാസ്യവും സോഡിയത്തും സൂക്ഷിച്ചു വെക്കുന്നതിന് എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? പൊട്ടാസ്യവും സോഡിയം സൂക്ഷിച്ചു വെക്കുന്നതിന് എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? കെറോസിൻ അഥവാ മണ്ണെണ്ണയിൽ അല്ലെ? മണ്ണെണ്ണയിൽ സൂക്ഷിച്ചു വെക്കുന്നതാണ് പൊട്ടാസ്യം ആൻഡ് സോഡിയം. പൊട്ടാസ്യം സോഡിയം എവിടെയാണ്? മണ്ണെണ്ണയിൽ സൂക്ഷിച്ചു വെക്കുന്ന മൂലകങ്ങളാണ് ഏത്? പൊട്ടാസ്യവും സോഡിയവും മണ്ണെണ്ണയിൽ സൂക്ഷിച്ചു വെക്കുന്ന മൂലകങ്ങളാണ്. ദെൻ പിന്നെ അതുപോലെ തന്നെ ഈ തണുത്ത വെള്ളത്തിൽ സൂക്ഷിച്ചു വെക്കുന്ന ഒരു മൂലകം ഉണ്ടല്ലോ. തണുത്ത വെള്ളത്തിൽ സൂക്ഷിച്ചു വെക്കുന്ന ഒരു മൂലകം ഉണ്ടല്ലോ, വൈറ്റ് ഫോസ്ഫറസ് ആണ് തണുത്ത വെള്ളത്തിൽ കേട്ടോ. തണുത്ത വെള്ളത്തിൽ സൂക്ഷിച്ചു വെക്കുന്ന മൂലകമായിട്ട് പറയപ്പെടുന്ന ഏതാണ്? വൈറ്റ് ഫോസ്ഫറസ്. ഈ പൊട്ടാസ്യമോ സോഡിയമോ എടുത്തിട്ട് നമ്മൾ വെള്ളത്തിൽ ഇട്ടാൽ എന്തായിരിക്കും അവസ്ഥ? മണ്ണെണ്ണയിൽ സൂക്ഷിച്ചു വെക്കുന്ന പൊട്ടാസ്യം ഓർ സോഡിയം അതെടുത്തിട്ട് വെള്ളത്തിൽ ഇട്ട് കഴിഞ്ഞാൽ അത് പൊട്ടും അല്ലെങ്കിൽ കത്തും. ഓക്കെ, ഒന്നെങ്കിൽ പൊട്ടും അല്ലെങ്കിൽ കത്തും. ഓക്കെ, അതാണ് സംഭവിക്കുക. അതെടുത്തിട്ട് വെള്ളത്തിൽ ഇട്ട് കഴിഞ്ഞാൽ 53. ഏത് മൂലകത്തിന്റെ അറ്റോമിക നമ്പർ ആണ് 100? 53. ഫെർമിയം, നൊബീലിയം, ബോറിയം, മെന്റലീലിയം.
ഏത് മൂലകത്തിന്റെ അറ്റോമിക നമ്പർ ആണ് 100? സ്ഥിരമായിട്ട് PSC ചോദിക്കുന്ന ചോദ്യങ്ങളാണ് കേട്ടോ ഇതെല്ലാം. എന്തോ ഒരു EM ആണ് എന്ന് പഠിച്ചു വെച്ചിട്ട് പണി കിട്ടിയവരുണ്ടോ? എന്തോ ഒരു EM ആണെന്ന് അറിയാം, അത് ഏത് EM എന്ന് അറിയില്ല. അങ്ങനെ ആരെങ്കിലും ഉണ്ടോ? ഏതായാലും അത് ഏതാണ്? ഫെർമിയമാണ് കേട്ടോ. ഏത് മൂലകത്തിന്റെ അറ്റോമിക നമ്പർ ആണ് 100? 100 എന്ന അറ്റോമിക നമ്പർ ആരുടേതാണ്? ഫെർമിയത്തിന്റെയാണ്. ഫെർമിയത്തിന്റെ അറ്റോമിക നമ്പർ ആണ് 100. ഇന്നലെ നമ്മൾ ഇവിടെ എടുത്തിട്ടുണ്ടായിരുന്നു അല്ലെ? അറ്റോമികത്തിന്റെ മൂലകത്തിന്റെ അറ്റോമിക നമ്പർ ആണ് ഏത്? ഫെർമിയത്തിന്റെ അറ്റോമിക നമ്പർ 100 ആണ്. ഹൈ ഫെർമിദ. ഏറ്റവും ഉയർന്ന ഉരുകൽ നില അഥവാ മെൽറ്റിംഗ് പോയിന്റ് ഉള്ള ലോഹം ഏതാണ്? ഏറ്റവും ഉയർന്ന മെൽറ്റിംഗ് പോയിന്റ് ഉള്ളത് ഇറിഡിയം, ടങ്സ്റ്റൺ, സ്വർണം, റിനിയം. ഹായ് പ്രജിഷ. പ്രജിഷയുടെ സ്ഥലം? ഏതാണ്? ടങ്സ്റ്റൺ ആണ് കേട്ടോ ഏറ്റവും ഉയർന്നത്. ഈ ടങ്സ്റ്റൺ എന്തെങ്കിലും നിർമ്മിക്കാനായിട്ട് ടങ്സ്റ്റൺ ഉപയോഗിക്കാറുണ്ടോ? എന്തെങ്കിലും വസ്തുവിന്റെ നിർമ്മാണത്തിന് വേണ്ടിയിട്ട് ടങ്സ്റ്റൺ ഫിലമെന്റ്, ബൾബിന്റെ ഫിലമെന്റ് നിർമ്മിക്കുവാൻ വേണ്ടിയിട്ട് ടങ്സ്റ്റൺ ഉപയോഗിക്കാറുണ്ട്. ഓക്കെ, ബൾബിന്റെ ഫിലമെന്റ് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഏത്? ടങ്സ്റ്റൺ ഉപയോഗിക്കാറുണ്ട്. ഈ ടങ്സ്റ്റണിന്റെ ദ്രവണാങ്കം അഥവാ മെൽറ്റിംഗ് പോയിന്റ് ആർക്കെങ്കിലും അറിയോ? പ്രജിഷ മലപ്പുറത്ത് എവിടെയാ? എത്രയാണ് ഇതിന്റെ ദ്രവണാങ്കം അഥവാ മെൽറ്റിംഗ് പോയിന്റ് എന്ന് പറയുന്ന 3410 ഡിഗ്രിയാണ് അല്ലെ? 3410 ഡിഗ്രി സെൽഷ്യസ് ആണ് ഇതിന്റെ മെൽറ്റിംഗ് പോയിന്റ് ആയിട്ട് അറിയപ്പെടുന്നത്. ദെൻ ചന്ദ്രനിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം ഏതാണ്? ചന്ദ്രനിൽ ഏറ്റവും കൂടുതലുള്ള മൂലകമായിട്ട് പറയപ്പെടുന്നത് മഗ്നീഷ്യം, ഇരുമ്പ്, സിലിക്കൺ, ഓക്സിജൻ. PSCയുടെ ഉത്തരക്കീ പ്രകാരം, ഉത്തരസൂചിക പ്രകാരം കൊടുത്തിരിക്കുന്ന ആൻസർ ഏതാണ്? ഓക്സിജൻ ആണ്. PSC ബുള്ളറ്റിൽ വന്നിരിക്കുന്ന പ്രകാരം കൊടുത്തിരിക്കുന്ന ഉത്തരം ഏതാണ് വരുന്നത്? ഓക്സിജൻ ആണ് ചന്ദ്രനിൽ ഏറ്റവും കൂടുതലുള്ളത്. അത് ചന്ദ്രന്റെ അവിടെ നിൽക്കട്ടെ. സാധാരണയായിട്ട് എപ്പോഴും ചോദിക്കാറുണ്ട് ഭൗമോപരിതലത്തിൽ ഏറ്റവും കൂടുതലുള്ളത് ഏതെന്ന് ചോദിക്കും. ഭൗമോപരിതലത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം ഏതാണ്? ഭൗമോപരിതലത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകമായിട്ട് പറയപ്പെടുന്ന ഓക്സിജൻ ആണ്. ഓക്കെ, ദെൻ പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകമായിട്ട് പറയപ്പെടുന്നത് ഏതാണ്? പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകമായിട്ട് പറയപ്പെടുന്ന ഏതാണ്? ഹൈഡ്രജൻ ആണ്. ഹൈഡ്രജൻ ആണ് പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകമായിട്ട് പറയപ്പെടുന്നത്. ദെൻ അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകമായിട്ട് പറയപ്പെടുന്നത് ഏതാണ്? നൈട്രജൻ. ഇത് എപ്പോഴും PSC ചോദിക്കാറുണ്ട്, കണ്ടിട്ടുണ്ടോ? ഈ 3 സാധനങ്ങൾ ഭൗമാന്തരീക്ഷം, പ്രപഞ്ചം, അന്തരീക്ഷം സ്ഥിരമായിട്ട് PSCക്ക് ഇഷ്ടപ്പെട്ട സംഭവങ്ങളാണ്. ഇത് കണ്ടിട്ടുണ്ടോ സ്ഥിരമായിട്ട്? ഇത് ഓർത്തു വെക്കാൻ ബുദ്ധിമുട്ടുള്ള ആളുകൾ ഉണ്ടോ? ഇത് ഓർത്തു വെക്കാൻ ബുദ്ധിമുട്ടുള്ള ആളുകൾ ഉണ്ടോ? പരസ്പരം മാറിപ്പോകുന്ന ആളുകളുണ്ടോ? ഏത്? ഭൗമോപരിതലം, പ്രപഞ്ചം, അന്തരീക്ഷം ഒക്കെ മാറിപ്പോകുന്ന ആളുകളുണ്ടോ? ഉണ്ടെങ്കിൽ ഇനി മാറിപ്പോവണ്ട. ബോബ് ഹാൻ. ഓക്കെ, ബോബ് ഹാൻ കേട്ടോ. അപ്പൊ ഭൗമോപരിതലം ഓക്സിജൻ, PH പ്രപഞ്ചം ഹൈഡ്രജൻ, AN അന്തരീക്ഷം നൈട്രജൻ. മറക്കണ്ട കേട്ടോ. ഏതാണ് കോഡ്? ഏതാണ്? ബോബ് ഹാൻ. ബോബ് ഹാൻ ഭൗമോപരിതലം ഓക്സിജൻ, പ്രപഞ്ചം ഹൈഡ്രജൻ, AN അന്തരീക്ഷം നൈട്രജൻ. ദെൻ പിണ്ഡത്തിന്റെ അടിസ്ഥാനത്തിൽ ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം ഏതാണ്? 56ാമത് ചോദ്യം. അലൂമിനിയം, ഇരുമ്പ്, ഓക്സിജൻ, സിലിക്കൺ. എവിടെയാണ് ഹെലനെ? ഇങ്ങനൊക്കെ ഞാൻ പറഞ്ഞു തന്നിട്ടും അത് ശരിയാക്കാതിരിക്കാൻ നിങ്ങൾ കാണിക്കുന്ന ഒരു മനസ്സുണ്ടല്ലോ, ആ ആത്മാർത്ഥത, അത് കാണാതിരിക്കാൻ വയ്യ. ബോബ് ഹാൻ എന്നൊക്കെ എഴുതിയിട്ട് ഭൗമോപരിതലത്തില് അല്ലെങ്കിൽ ഭൂമിയില് ഓക്സിജൻ എങ്ങനൊക്കെ പറഞ്ഞു തന്നിട്ടും അത് തെറ്റിക്കണം. അപ്പൊ മനസ്സിന് സുഖമാണ് അല്ലെ? ഇങ്ങനെ ചോദിച്ചിട്ടല്ലേ? അതായത് എന്റെ സൈക്കിളിലെ എനിക്ക് ചവിട്ടാൻ അറിയൂ, വേറെ സൈക്കിൾ തന്നാൽ എനിക്ക് ചവിട്ടാൻ അറിയില്ല. ആ ലൈനാണോ രമ്യ? ഏതാണ്? ഓക്സിജൻ ആണ് കേട്ടോ. ഓക്സിജൻ ആണ്. പിണ്ഡത്തിന്റെ അടിസ്ഥാനത്തിൽ ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം ഏതാണ്? ഓക്സിജൻ ആണ്. നല്ല ടീമാണ് നിങ്ങൾ. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ വേണം, നമ്മളോട് വളഞ്ഞു തിരിഞ്ഞൊന്നും ചോദിക്കാൻ പാടില്ല.
മനുഷ്യ ശരീരത്തിന്റെ എത്ര ശതമാനമാണ് ഓക്സിജൻ ഉള്ളത്? 90, 18, 45, 65. മനുഷ്യ ശരീരത്തിന്റെ എത്ര ശതമാനമാണ് ഓക്സിജൻ ഉള്ളത്? ആരടിച്ചു? ഇന്നലെ 7 ഉണ്ടായിരുന്നു, പക്ഷെ ഹെലൻ ലിങ്ക് വർക്കിംഗ് അല്ലായിരുന്നു. ലിങ്കിന് ചെറിയ കംപ്ലൈന്റ് ഉണ്ടായിരുന്നു. കുറച്ചു പേർക്ക് ക്ലാസ് കിട്ടിയുള്ളൂ ഇന്നലെ. ഏതാണ്? 65 കേട്ടോ. മനുഷ്യ ശരീരത്തിൽ എത്ര ശതമാനമാണ് ഓക്സിജൻ ഉള്ളത്? 65% ഓക്സിജൻ ഉള്ളത് കേട്ടോ. മനുഷ്യ ശരീരത്തിലെ ഓക്സിജന്റെ അളവായിട്ട് പറയപ്പെടുന്ന എത്രയാണ്? 65% മനുഷ്യ ശരീരത്തിൽ ഏതുള്ളത്? ഓക്സിജൻ ഉള്ളത്. ഓക്കെ. മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകവും ആര് തന്നെയാണ്? ഓക്സിജൻ തന്നെയാണ് കേട്ടോ. മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ ഉള്ളത് ഓക്സിജൻ ആണെങ്കിൽ മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കുറവുള്ളത് ആരാണ്? മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം ഓക്സിജൻ. അങ്ങനെയാണെങ്കിൽ മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കുറവുള്ള മൂലകം ഏതാണ്? ഓർമ്മയുണ്ടോ നോക്കട്ടെ, ഞാൻ ക്ലാസ്സിൽ എടുത്തതാണ്. ഏതാണ്? മഗ്നീഷ്യമാണ്. ഏതാണ്? മഗ്നീഷ്യമാണ് മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കുറവുള്ളത്. ദെൻ സാന്ദ്രത കൂടുതലിൽ 2ാം സ്ഥാനത്തുള്ള മൂലകം ഏതാണ്? ഏറ്റവും കൂടിയ സാന്ദ്രതയുള്ളതല്ല, സാന്ദ്രത കൂടുതലിൽ 2ാം സ്ഥാനത്തുള്ളത്. സ്വർണം, റേനിയം, ഇറിഡിയം, ടങ്സ്റ്റൺ. അതുപോലെ മീനാക്ഷി പറഞ്ഞ പോലെ PSCക്ക് അറിയാം, നേരെ ചോദിച്ചാലേ നിങ്ങൾ ഉത്തരം പറയുള്ളൂ എന്ന്. അതുകൊണ്ടാണ് PSC വളഞ്ഞു മൂക്ക് പിടിക്കുന്നത് പല എക്സാമുകൾക്കും. അത് വേറെന്തോ കുഴപ്പമാണല്ലോ ഹെലനെ, വെറുതെ ചിരി വരുന്നുണ്ടെങ്കിൽ. ഏതാണ്? ഇറിഡിയം ആണ് കേട്ടോ. ഇറിഡിയം സാന്ദ്രത കൂടുതലിൽ 2ാം സ്ഥാനത്തുള്ള മൂലകം. സാന്ദ്രത കൂടുതലില് 2ാം സ്ഥാനത്തുള്ള മൂലകം ഏതാണ്? ഇറിഡിയമാണ് സാന്ദ്രത കൂടുതലിൽ 2ാം സ്ഥാനത്തുള്ള മൂലകമായിട്ട് പറയപ്പെടുന്നത്. ദെൻ 59 ബ്ലാക്ക് ലെഡ് എന്ന് അറിയപ്പെടുന്നത് ഏതിനെയാണ്? ബ്ലാക്ക് ലെഡ് എന്ന് അറിയപ്പെടുന്നത്. 59ാമത്തെ ചോദ്യം കേട്ടോ. ഗ്രാഫൈറ്റ്, യുറേനിയം, നിക്കൽ, കൊറണ്ടം. മഴയുണ്ടോ എല്ലായിടത്തും? ഇവിടെ രാവിലെ തന്നെ മഴയും കാറ്റും അടിച്ചിട്ട് എന്റെ നെറ്റിന് പണി വന്നിട്ട് പോയി, കേബിൾ പൊട്ടിയിട്ടുണ്ട്. ഏതാണ്? ഗ്രാഫൈറ്റ് ആണ് കേട്ടോ. ഗ്രാഫൈറ്റ് ആണ്. ബ്ലാക്ക് ലെഡ്. ബ്ലാക്ക് ലെഡ് എന്ന് അറിയപ്പെടുന്നത് ഏതിനെയാണ്? ഗ്രാഫൈറ്റിനെയാണ് ബ്ലാക്ക് ലെഡ് എന്ന് അറിയപ്പെടുന്നത്. ഹെലൻ എന്തുകൊണ്ട് ചിരി വരുന്നു എന്ന് ഹെലൻ പറഞ്ഞില്ല. അപ്പോ ഇന്നാണ് കേട്ടോ തുടങ്ങുന്നത് LDC അറിവ് ഇന്നാണ് തുടങ്ങുന്നത്. ആരെങ്കിലും ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ഇന്ന് തന്നെ ജോയിൻ ചെയ്യുക. കൂടുതൽ ഇൻഫർമേഷൻ എന്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. 95 33 84. എനിക്ക് തോന്നുന്നു ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ക്ലാസ് കഴിഞ്ഞു. 2 ക്ലാസ്സുകൾ ഓൾറെഡി കഴിഞ്ഞു. ബോബി സാറിന്റേതും അതുപോലെ തന്നെ അനുമോൾ മാമിന്റെയും ക്ലാസ് കഴിഞ്ഞു. ഇനി എന്റെ ക്ലാസ് ആണ് വരാനുള്ളത്. എന്റെ ക്ലാസ് 2 മണിക്കാണ്. ദെൻ ഈവനിങ് പിന്നെ വരാനുള്ളത് ഇസ്മായിൽ സാറെ ക്ലാസ് ആണ് 4 മണിക്ക്. ദെൻ പ്ലസ്സുകാരെ പിന്നെ എടുക്കണ്ട ഷീബ, എടുത്തവർക്ക് അത് മതി. മഴക്കാലമല്ല ഗൂഗിൾ, അങ്ങനെയായിരിക്കും. 60 ഏറ്റവും നന്നായി വൈദ്യുതി കടത്തിവിടുന്ന അലോഹം ഏതാണ്? ഏറ്റവും നന്നായിട്ട് വൈദ്യുതി കടത്തിവിടുന്ന അലോഹം. സിലിക്കോൺ, ജർമേനിയം, ഗ്രാഫൈറ്റ്, ബോറോൺ. തന്നിരിക്കുന്ന ഓപ്ഷനുകളിലാണ് കേട്ടോ. തന്നിരിക്കുന്ന ഓപ്ഷനുകളിൽ ഏറ്റവും നന്നായിട്ട് കടത്തിവിടുന്നത് ആര് എന്നാണ് ചോദ്യം. തന്നിരിക്കുന്ന ഓപ്ഷനുകൾ. തന്നിരിക്കുന്ന ഓപ്ഷനുകളിൽ ഏറ്റവും നന്നായിട്ട് കടത്തിവിടുന്നത് ഏതാണ്? സിലിക്കോൺ ആണ് കേട്ടോ. സിലിക്കോൺ ആണ് ഏറ്റവും നന്നായിട്ട് കടത്തിവിടുന്നത്. സിലിക്കോൺ ആണ്. എന്നാൽ യഥാർത്ഥത്തില് ഭൂമിയിൽ ഉള്ളതിൽ വെച്ച് ഏറ്റവും നന്നായിട്ട് വൈദ്യുതി കടത്തിവിടുന്നത് ആരാണ്? ഭൂമിയിൽ ഉള്ള മൂലകങ്ങളെ വെച്ച് നമ്മൾ നോക്കുമ്പോൾ ഏറ്റവും നന്നായിട്ട് കടത്തിവിടുന്നത് ആരാണ്? 10 ചോദ്യമായി വാഫിറ. ഏറ്റവും നന്നായിട്ട് കടത്തിവിടുന്ന ആരാണ്? വെള്ളി അഥവാ സിൽവർ ആണ്. ഉള്ള മൂലകങ്ങളിൽ ഏറ്റവും നന്നായിട്ട് വൈദ്യുതി കടത്തിവിടുന്ന സിൽവർ ആണ് ഏറ്റവും നന്നായിട്ട് കടത്തിവിടുന്നത്. പക്ഷെ തന്നിരിക്കുന്ന ഓപ്ഷനുകളിൽ ആരാണ്? സിലിക്കൺ ആണ്. 61 ഏറ്റവും കൂടുതൽ രാസപ്രതിപ്രവർത്തന ശേഷിയുള്ള മൂലകം ഏതാണ്? ഹൈഡ്രജൻ, ഓക്സിജൻ, കാർബൺ, ഫ്ലൂറിൻ.
ഏതാണ്? ഫ്ലൂറിൻ ആണ് കേട്ടോ. ഏറ്റവും കൂടുതൽ രാസപ്രതിപ്രവർത്തന ശേഷിയുള്ള മൂലകമായിട്ട് പറയപ്പെടുന്നത് ഏതാണ്? ഫ്ലൂറിൻ ആണ് ഏറ്റവും കൂടുതൽ രാസപ്രതിപ്രവർത്തന ശേഷിയുള്ള മൂലകമായിട്ട് പറയപ്പെടുന്നത്. ദെൻ സോഡിയം വേപ്പർ ലാമ്പിന്റെ നിറം ഏതാണ്? സോഡിയം വേപ്പർ ലാമ്പിന്റെ നിറമായിട്ട് പറയപ്പെടുന്നത് മഞ്ഞ, നീല, വയലറ്റ്, ചുവപ്പ്. 62. ഏതാണ്? മഞ്ഞയാണ്. സോഡിയം വേപ്പർ ലാമ്പിന്റെ നിറമായിട്ട് പറയപ്പെടുന്നത് ഏതാണ്? മഞ്ഞയാണ് സോഡിയം വേപ്പർ ലാമ്പിന്റെ നിറമായിട്ട് പറയപ്പെടുന്നത്. ദെൻ 63. ആദ്യമായി ബോക്സൈറ്റിൽ നിന്ന് അലൂമിനിയം വേർതിരിച്ചെടുത്തത് ഓസ്റ്റ്വാൾഡ്, വൂളർ, ചാൾസ് മാർട്ടിൻ ഹാൾ, ഹെൻറി ബെസിമർ. വരും. കെമിസ്ട്രിയും വരും, പിന്നെ ആസ്ട്രോളജിയും വരും. ആസ്ട്രോളജി പിന്നെ യൂട്യൂബിലായിരിക്കും, ഞാൻ പറഞ്ഞല്ലോ, അത് നമുക്ക് എടുക്കാൻ സ്യൂട്ടബിൾ യൂട്യൂബ് ആണ്. ഏതാണ്? ചാൾസ് ഹാൾ ആണ് കേട്ടോ. ചാൾസ് മാർട്ടിൻ ഹാൾ ആദ്യമായി ബോക്സൈറ്റിൽ നിന്നും അലൂമിനിയം വേർതിരിച്ചെടുത്തത് ആരാണ്? ചാൾസ് മാർട്ടിൻ ഹാൾ ആണ് ആദ്യമായിട്ട് ബോക്സൈറ്റിൽ നിന്നും അലൂമിനിയം വേർതിരിച്ചെടുത്തിട്ടുള്ളത്. അസ്ഥിയിലെ പ്രധാന ഘടകം ഏതാണ്? അസ്ഥിയിലെ പ്രധാന ഘടകമായിട്ട് പറയപ്പെടുന്നത് കാൽസ്യം കാർബണേറ്റ്, കാൽസ്യം സിലിക്കേറ്റ്, കാൽസ്യം ഫോസ്ഫേറ്റ്, സോഡിയം ക്ലോറൈഡ്. 64. ഗൂഗിൾ 2 റീസൺ ഉണ്ട്. ഒന്ന്, നമ്മൾ യൂസ് ചെയ്യുന്ന നെറ്റ്വർക്ക്, അതിന്റെ റീസൺ. പിന്നെ രണ്ടാമത്തെ റീസൺ എന്ന് പറയുന്നത് ഫോണിന്റെ റാം. ഫോണിൽ ഒരുപാട് ഫയലൊക്കെ ഉണ്ടെങ്കിൽ ഫോൺ എന്താവും? ഒന്ന് ലേറ്റ് ആവും. ഈ 2 റീസൺ കൊണ്ട് ലേറ്റ് ആവും. അപ്പൊ ഏതാണ്? കാൽസ്യം ഫോസ്ഫേറ്റ് ആണ്. ഈ കാൽസ്യം ഫോസ്ഫേറ്റ് എത്ര ശതമാനം അടങ്ങിയിട്ടുണ്ട് ബോണിൽ എന്നറിയോ? അസ്ഥിയിലെ പ്രധാന ഘടകമാണ് കാൽസ്യം ഫോസ്ഫേറ്റ് എന്ന് പറഞ്ഞു. ഈ അസ്ഥിയുടെ എത്ര ശതമാനമാണ് ഈ കാൽസ്യം ഫോസ്ഫേറ്റ്? എന്നിട്ട് സ്പീഡ് ഉണ്ടോ ഷീബ അപ്ഡേറ്റ് ചെയ്തിട്ട്? കാൽസ്യം ഫോസ്ഫേറ്റ് എത്ര പെർസെന്റേജ് ഉണ്ട്? ആർക്കെങ്കിലും പറയാൻ പറ്റും? ബോണിലെ എത്ര ശതമാനമാണ് കാൽസ്യം ഫോസ്ഫേറ്റ്? 85% കേട്ടോ. എത്രയാണ്? 85% കാൽസ്യം ഫോസ്ഫേറ്റ് അടങ്ങിയിരിക്കുന്ന. എത്ര ശതമാനമാണ്? നമ്മുടെ അസ്ഥിയിലെ 85% ഏത് അടങ്ങിയിട്ടുള്ളത്? കാൽസ്യം ഫോസ്ഫേറ്റ് അടങ്ങിയിട്ടുള്ളത്. അതുപോലെ തന്നെ പിന്നെ പറഞ്ഞു വരുന്ന സമയത്ത് നമുക്ക് പ്രധാന ഘടകമായിട്ട് കാൽസ്യം ഫോസ്ഫേറ്റിനെ പറയാം. എന്നാൽ പ്രധാന മൂലകം ഏതാണ്? അസ്ഥികളുടെയും പല്ലുകളുടെയും വളർച്ചയ്ക്കും അതിന്റെ ശക്തിക്കും അല്ലെങ്കിൽ അതിന് ദൃഢതയും നൽകുന്ന പ്രധാന മൂലകമായിട്ട് പറയപ്പെടുന്നത് ഏതാണ്? അത് കാൽഷ്യമാണ്. പ്രധാന ഘടകം അല്ലെങ്കിൽ പ്രധാന സംയുക്തമായിട്ട് നമുക്ക് കാൽസ്യം ഫോസ്ഫേറ്റിനെ പറയാം. എന്നാൽ ഇതിൽ അടങ്ങിയിരിക്കുന്ന പ്രധാന മൂലകമായിട്ട് പറയപ്പെടുന്നത് ആരാണ്? കാൽഷ്യമാണ് പ്രധാന മൂലകമായിട്ട് പറയപ്പെടുന്നത്. 65. റബ്ബറിന്റെ വൾക്കനൈസേഷന് ഉപയോഗിക്കുന്നത് എന്താണ്? PSCയുടെ ഒരു സ്ഥിരം ചോദ്യമാണ് കേട്ടോ ഇത്. സൾഫർ, സോഡിയം, ഫോസ്ഫറസ്, ഇരുമ്പ്. PSCക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട ഒരു ചോദ്യമാണ്. റബ്ബറിന്റെ വൾക്കനൈസേഷന് ഉപയോഗിക്കുന്നത്. കാൽസ്യം കുറഞ്ഞിട്ടുണ്ടോ മീനാക്ഷി? ഏതാണ്? സൾഫർ ആണ് കേട്ടോ റബ്ബറിന്റെ വൾക്കനൈസേഷന് ഉപയോഗിക്കുന്നത്. ഏതാണ്? സൾഫർ ആണ് റബ്ബറിന്റെ വൾക്കനൈസേഷന് ഉപയോഗിക്കുന്നത്. ഏതാണ്? സൾഫർ ആണ്. ദെൻ ഭൗമാന്തരീക്ഷത്തില് ഏറ്റവും കൂടുതലുള്ള നിഷ്ക്രിയ വാതകം ഏതാണ്? ഭൗമാന്തരീക്ഷത്തില് ഏറ്റവും കൂടുതലുള്ള നിഷ്ക്രിയ വാതകമായിട്ട് പറയപ്പെടുന്ന റാഡോൺ, സെനൻ, ക്രിപ്റ്റോൺ, ആർഗൺ. 66.
ഏതാണ്? ഭൗമാന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലുള്ള നിഷ്ക്രിയ വാതകമായിട്ട് പറയപ്പെടുന്നത് ആർഗൺ ആണ് കേട്ടോ. ഏതാണ്? ആർഗൺ ആണ് ഭൗമാന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലുള്ള നിഷ്ക്രിയ വാതകമായിട്ട് അറിയപ്പെടുന്നത്. ഏതാണ്? ആർഗൺ ആണ്. ഏതിന്റെ അയിരാണ് പൈറോലുസൈറ്റ്? പൈറോലുസൈറ്റ് എന്നത് ഏതിന്റെ അയിരാണ്? മഗ്നീഷ്യം, ഇരുമ്പ്, ചെമ്പ്, മാംഗനീസ്. ഏതാണ്? മാംഗനീസ് ആണ് കേട്ടോ. ഏതിന്റെ അയിരാണ് പൈറോലുസൈറ്റ്? പൈറോലുസൈറ്റ് എന്നത് ഏതിന്റെയാണ്? മാംഗനീസിന്റെ അയിരാണ്. മാംഗനീസിന്റെ അയിരാണ് ഏത് എന്ന് അറിയപ്പെടുന്നത്? പൈറോലുസൈറ്റ്. പൈറോലുസൈറ്റ് എന്ന് അറിയപ്പെടുന്നത് മാംഗനീസിന്റെ അയിരാണ്. ഓക്കെ. ഇരുമ്പിന്റെ ഏറ്റവും ശുദ്ധമായ രൂപം ഏതാണ്? ഏതാണ് ഇരുമ്പിന്റെ ഏറ്റവും ശുദ്ധമായ രൂപം? തുരുമ്പ്, പിഗ് അയൺ, റോട്ട് അയൺ, ഹെമറ്റൈറ്റ്. ഏതാണ് ഇരുമ്പിന്റെ ഏറ്റവും ശുദ്ധമായ രൂപം? ആരാടാ തുരുമ്പൊക്കെ ഇരുമ്പിന്റെ ശുദ്ധമായ രൂപ എന്ന് പറയുന്നത്? മട്ടലെടുത്ത് അടിക്കേണ്ടി വരും നിങ്ങളൊക്കെ. തുരുമ്പ് പിടിച്ചിട്ട് ഇരുമ്പിന്റെ ശുദ്ധ രൂപമാണ്. ഏതാണ്? റോട്ട് അയൺ ആണ് കേട്ടോ. റോട്ട് അയൺ ഇരുമ്പിന്റെ ഏറ്റവും ശുദ്ധമായ രൂപം. ഓക്കെ. ഇരുമ്പിന്റെ ഏറ്റവും ശുദ്ധമായ രൂപം ഏതാണ്? റോട്ട് അയൺ ആണ് ഇരുമ്പിന്റെ ഏറ്റവും ശുദ്ധമായ രൂപമായിട്ട് പറയപ്പെടുന്നത്. ദെൻ ഏതിന്റെ അയിരാണ് മാലക്കൈറ്റ്? മാലക്കൈറ്റ് എന്നത് ഏതിന്റെ അയിരായിട്ടാണ് പറയപ്പെടുന്നത്? ചെമ്പ്, ഇരുമ്പ്, മാംഗനീസ്, അലൂമിനിയം. ഏതിന്റെ അയിരാണ് മാലക്കൈറ്റ്? മാലക്കൈറ്റ് ചെമ്പിന്റെ അയിരാണ് കേട്ടോ. മാലക്കൈറ്റ് ഏതിന്റെ അയിരാണ്? ചെമ്പ്. ഓക്കെ. ചെമ്പില് മാല ഉണ്ടാക്കി അല്ലെ? ചെമ്പില് മാല ഉണ്ടാക്കിയെന്ന് എങ്ങനെയെങ്കിലും ഓർത്തു വെക്ക്. ഏതിന്റെ അയിരാണ് മാലക്കൈറ്റ്? ചെമ്പിന്റെ അയിരാണ് ഏത്? മാലക്കൈറ്റ്. മാലക്കൈറ്റ് ചെമ്പിന്റെ അയിരാണ്. ഓക്കെ. ഏതിന്റെ രാസനാമമാണ് ബേസിക് കോപ്പർ കാർബണേറ്റ് എന്ന് അറിയപ്പെടുന്നത്? ഏതിന്റെ രാസനാമമാണ് ബേസിക് കോപ്പർ കാർബണേറ്റ് എന്ന് അറിയപ്പെടുന്നത്? തുരുമ്പ്, കൊറണ്ടം, കാർബോറണ്ടം, ക്ലാവ്. ഈ ക്ലാവ് എന്ന് പറഞ്ഞാൽ എന്താന്ന് എല്ലാവർക്കും അറിയൂലേ? ഓക്കെ. ഒരു പച്ച കളർ കുറെ കാലം എടുത്തു വെച്ചാലൊക്കെ അല്ലേ, ഒരു എന്താ പറയാ, ഒരു മോയ്സ്ചർ ആയ പ്രദേശത്ത് എടുത്തു വെക്കുമ്പോ അല്ലേ ഉണ്ടാവുള്ളൂ. അങ്ങനെയാണ് എനിക്ക് തോന്നുന്നു. തുരുമ്പിക്കുന്നല്ലേ ഹെലൻ? ചില പാത്രങ്ങൾക്കൊക്കെ ഒരു പച്ച കളർ ഈ മോയ്സ്ചർ ആയിട്ടുള്ള സ്ഥലത്ത് വെച്ച് കഴിഞ്ഞാല് ഒരു പച്ച കളർ വരുന്നത് കണ്ടിട്ടില്ലേ? ചെമ്പിന്റെ മുകളിലൊക്കെ വെള്ളത്തിലൊക്കെ വെച്ച് കഴിഞ്ഞാല് വിളക്കിലൊക്കെ ഉണ്ടാവാറുണ്ട് ആ സംഭവം. അതാണ് ക്ലാവ്. ഓക്കെ. ക്ലാവ് കേട്ടോ. ഏതിന്റെ രാസനാമമാണ്? ബേസിക് കോപ്പർ കാർബണേറ്റ്. ബേസിക് കോപ്പർ കാർബണേറ്റ് എന്ന് അറിയപ്പെടുന്നത് ക്ലാവ് ആണ്. ഓക്കെ. എണ്ണ ഒഴിച്ച ബാക്കിയൊക്കെ ഉണ്ടാവും അല്ലെ? ഓക്കെ. ചെമ്പിൽ മാത്രമാണ് കാണുന്നത്. കാലിയം എന്ന പേരിൽ അറിയപ്പെടുന്നത് ഏതാണ്? കാലിയം എന്ന പേരിൽ അറിയപ്പെടുന്നത് 71ാമത്തെ ചോദ്യം. പൊട്ടാസ്യം, സോഡിയം, കാൽസ്യം, കാർബൺ. ഇതിൽ ഏതിനെയാണ് കാലിയം എന്ന് അറിയപ്പെടുന്നത്? ഗാലിയം അല്ല കേട്ടോ. ഗാലിയം വേറെയുണ്ട്. ഗാലിയം അല്ല, കാലിയം. ഏതാണ്? പൊട്ടാസ്യമാണ് കേട്ടോ. കാലിയം എന്ന പേരിൽ അറിയപ്പെടുന്നത്. കാലിയം എന്ന പേരിൽ അറിയപ്പെടുന്നത് ഏതിനെയാണ്? പൊട്ടാസ്യത്തെയാണ്. പൊട്ടാസ്യമാണ് കാലിയം എന്ന പേരിൽ അറിയപ്പെടുന്നത് ഏതാണ്? പൊട്ടാസ്യത്തെയാണ് കാലിയം എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ. ദെൻ എന്തിന്റെ സാന്നിധ്യം അറിയുവാനാണ് സ്റ്റാർച്ച് ടെസ്റ്റ് നടത്തുന്നത്?
സ്റ്റാർച്ച് ടെസ്റ്റ് എന്തിന്റെ സാന്നിധ്യം അറിയുവാനാണ്? ഇരുമ്പ്, അയഡിൻ, അലൂമിനിയം, ചെമ്പ്. ഏതിന്റെയാണ്? അയഡിന്റെയാണ് കേട്ടോ. അയഡിൻ. എന്തിന്റെ സാന്നിധ്യം അറിയുവാനാണ്? എന്തിന്റെ സാന്നിധ്യം അറിയുവാനാണ് സ്റ്റാർച്ച് ടെസ്റ്റ് നടത്തുന്നത്? അയഡിന്റെ സാന്നിധ്യം അറിയുവാൻ വേണ്ടിയിട്ടാണ് ഏത് സ്റ്റാർച്ച് ടെസ്റ്റ് നടത്തുന്നുള്ളത്. ദെൻ എലിവിഷമായി ഉപയോഗിക്കുന്ന ഒരു രാസവസ്തു ഏതാണ്? എല്ലാവരും കണ്ടിട്ടില്ലേ എലിവിഷമൊക്കെ? അപ്പൊ എലിവിഷമായിട്ട് ഉപയോഗിക്കുന്ന രാസവസ്തു സിൽവർ അയഡൈഡ്, ബേരിയം. PSC ചോദിക്കുന്ന ചോദ്യമാണ് കേട്ടോ. സിങ്ക് ഫോസ്ഫൈഡ്, കോപ്പർ സൾഫേറ്റ്. ഗൂഗിളിന്റെ ഏതാണ്? നെറ്റ്വർക്ക് ഏതാ? സിം ഏതാ? ഒരുപാട് പുതിയ പേരുകൾ കാണുന്നുണ്ട്. ഒരുപാട് പേരുണ്ടല്ലേ പുതിയത് ജോയിൻ ചെയ്യുന്ന. ഏതാണ്? സിങ്ക് ഫോസ്ഫൈഡ് ആണ് കേട്ടോ. ഏതാണ്? സിങ്ക് ഫോസ്ഫൈഡ്. എലിവിഷമായിട്ട് ഉപയോഗിക്കുന്നത്. എലിവിഷമായി ഉപയോഗിക്കുന്ന രാസവസ്തു ഏതാണ്? സിങ്ക് ഫോസ്ഫൈഡ് ആണ്. സിങ്ക് ഫോസ്ഫൈഡ് ആണ് എലിവിഷമായിട്ട് ഉപയോഗിക്കുന്ന രാസവസ്തുവായിട്ട് പറയപ്പെടുന്ന സിങ്ക് ഫോസ്ഫൈഡ് ആണ്. അറ്റോമിക് ക്ലോക്കുകളിൽ ഉപയോഗിക്കുന്ന മൂലകം ഏതാണ്? ഏതാണ് അറ്റോമിക് ക്ലോക്കുകളിൽ ഉപയോഗിക്കുന്ന മൂലകം? സ്വർണം, പ്ലാറ്റിനം, യുറേനിയം, സീസിയം. 74. ഏതാണ്? സീസിയം ആണ് കേട്ടോ. അറ്റോമിക് ക്ലോക്കുകളിൽ ഉപയോഗിക്കുന്ന മൂലകമായിട്ട് പറയപ്പെടുന്നത് ഏതാണ്? സീസിയം ആണ് അറ്റോമിക് ക്ലോക്കുകളിൽ ഉപയോഗിക്കുന്ന മൂലകമായിട്ട് പറയപ്പെടുന്നത്. W എന്ന അക്ഷരം ഏത് മൂലകത്തിന്റെ പ്രതീകമാണ്? സ്വർണം, അലൂമിനിയം, ടങ്സ്റ്റൺ, പ്ലാറ്റിനം. എന്റേതും കേരള വിഷൻ തന്നെയാണ് ഗൂഗിൾ. നിങ്ങൾക്ക് നല്ല സ്പീഡ് കിട്ടുന്നുണ്ട്. പാക്കേജ് ഏതാ? മാറ്റം ഉണ്ടോ? ഏതാണ്? ടങ്സ്റ്റൺ ആണ്. W. അപ്പൊ സ്വർണത്തിനെ സൂചിപ്പിക്കുന്ന പ്രതീകം ഏതാണെന്നറിയോ? 480 പാക്കേജ്. സ്വർണത്തെ സൂചിപ്പിക്കുന്ന പ്രതീകം ഏതാണ്? W എന്നത് ടങ്സ്റ്റൺ സൂചിപ്പിക്കാനാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ സ്വർണത്തെ സൂചിപ്പിക്കുന്ന ഏതാണ്? ഓക്കെ, അക്സെപ്റ്റ് ചെയ്യാം. ഷെബിന എപ്പോഴാണ് അയച്ചത്? AU ആണ്. ഓക്കെ, AU ആണ് കേട്ടോ. സ്വർണം ഏതാണ്? AU ആണ്. സ്വർണത്തെ ഏതാണ്? AU ആണ്. അലൂമിനിയം ഏതാണ് പ്രതീകം? അലൂമിനിയത്തിന്റെ പ്രതീകമായിട്ട് പറയപ്പെടുന്ന AL ആണ്. AL ആണ് അലൂമിനിയത്തിന്റെ പ്രതീകമായിട്ട് അറിയപ്പെടുന്ന AL ആണ്. പ്ലാറ്റിനത്തിന്റെ പ്രതീകമായിട്ട് പറയപ്പെടുന്നത് ഏതാണ്? പ്ലാറ്റിനത്തിന്റെ പ്രതീകം ഇല്ല, അറിവിനായിട്ട് വേറെ ഗ്രൂപ്പ് ഇല്ല. ശരി, പ്ലാറ്റിനത്തിന്റെ പ്രതീകമായിട്ട് പറയപ്പെടുന്ന PT ആണ് പ്ലാറ്റിനത്തിന്. അപ്പൊ ഈ പ്രതീകങ്ങളൊന്നും മറക്കേണ്ട. സ്വർണത്തിന്റേത് AU, ടങ്സ്റ്റന്റേത് W, അലൂമിനിയത്തിന്റേത് AL, പ്ലാറ്റിനത്തിന്റേത് ഏതാണ്? PT ആണ്. ദെൻ എക്സ്റേ റേഡിയോ കോൺട്രാസ്റ്റ് ആയി ഉപയോഗിക്കുന്ന പദാർത്ഥം ഏതാണ്? എക്സ്റേ റേഡിയോ കോൺട്രാസ്റ്റ് ആയി ഉപയോഗിക്കുന്ന പദാർത്ഥം ബേരിയം, അയഡിൻ, കാഡ്മിയം, ആർസെനിക്. ഏതാണ്? ബേരിയമാണ് കേട്ടോ. ബേരിയം. എക്സ്റേ റേഡിയോ കോൺട്രാസ്റ്റ് ആയി ഉപയോഗിക്കുന്ന പദാർത്ഥം ഏതാണ്? ബേരിയമാണ്. ഇനിയുണ്ട് 24 ചോദ്യം മീനാക്ഷി. അറിവ് ഇന്ന് തുടങ്ങുന്ന കേട്ടോ, മറക്കണ്ട. കാൽസ്യത്തിന്റെ അണുസംഖ്യ എത്രയാണ്? കാൽസ്യത്തിന്റെ അണുസംഖ്യ 77ാമത്തെ ചോദ്യം. 15, 30, 10, 20.
കാൽസ്യത്തിന്റെ അറ്റോമിക് നമ്പർ. അറിവ് എന്റെ ക്ലാസ് 2 മണി. ഏതാണ്? 20 ആണ് കേട്ടോ. കാൽസ്യത്തിന്റെ അണുസംഖ്യയായിട്ട് പറയപ്പെടുന്ന എത്രയാണ്? 20 ആണ് കാൽസ്യത്തിന്റെ അണുസംഖ്യയായിട്ട് പറയപ്പെടുന്നത്. സ്ഥിരതയുള്ള മൂലകങ്ങളിൽ ഏറ്റവും കൂടുതൽ ഇലക്ട്രോ പോസിറ്റിവിറ്റി അല്ലെങ്കിൽ ഇലക്ട്രോ പോസിറ്റീവ് ആയത് ഏതാണ്? 78ാമത്തെ ചോദ്യം. ഫ്ലൂറിൻ, ബേരിയം, സീസിയം, ഹൈഡ്രജൻ. സ്ഥിരതയുള്ള മൂലകങ്ങളിൽ ഏറ്റവും കൂടുതൽ ഇലക്ട്രോ പോസിറ്റീവ് ആയത്. നമ്മുടെ വീരപ്പൻ ജൂനിയർ പഴയ വീരപ്പനാണോ? പണ്ട് നമ്മുടെ ക്ലാസ്സിൽ വന്നിരുന്ന ആ വീരപ്പൻ തന്നെയാണോ? എന്നെ കുറച്ചു കാലം കാണാറില്ലായിരുന്നു. ഏതാണ്? സീസിയം ആണ് കേട്ടോ. സീസിയം. ഓക്കെ. സ്ഥിരതയുള്ള മൂലകങ്ങളിൽ ഏറ്റവും കൂടുതൽ ഇലക്ട്രോ പോസിറ്റീവ് ആയിട്ടുള്ളത് ഏതാണ്? സീസിയം ആണ്. ഓക്കെ. ഷീബയോടൊക്കെ മിണ്ടാതിരിക്കോ ഷീബ. 79. ഏത് മൂലകത്തിന്റെ റേഡിയോ ആക്റ്റീവ് ഗുണങ്ങളാണ് ആദ്യമായി ഗവേഷണത്തിന് വിധേയമായത്? ഓക്കെ. തോറിയം, യുറേനിയം, പ്ലൂട്ടോണിയം, പൊളോണിയം. 79. ഏത് മൂലകത്തിന്റെ റേഡിയോ ആക്റ്റീവ് ആണ് ആദ്യമായി ഗവേഷണത്തിന് വിധേയമായത്? ഏതാണ് ആദ്യമായിട്ട് ഗവേഷണത്തിന് വിധേയമായത്? ഏതാണ്? പൊളോണിയമാണ് കേട്ടോ. ഏത് മൂലകത്തിന്റെ റേഡിയോ ആക്റ്റീവ് ഗുണങ്ങളാണ്? ഏത് മൂലകത്തിന്റെ റേഡിയോ ആക്റ്റീവ് ഗുണങ്ങളാണ് ആദ്യമായി ഗവേഷണത്തിന് വിധേയമായത്? ഏതിന്റെയാണ്? പൊളോണിയത്തിന്റേതാണ്. ഗോകുല് പുതിയ ആളാണ് അല്ലെ? ഗോകുലിന്റെ സ്ഥലം എവിടെയാ ഗോകുല്? 80. അക്വാറീജിയ തയ്യാറാക്കാൻ നൈട്രിക് ആസിഡിൽ ചേർക്കുന്നത് ആരെയാണ്? അക്വാറീജിയ തയ്യാറാക്കുവാന് നൈട്രിക് ആസിഡിന്റെ കൂടെ ചേർക്കുന്നത് സൾഫ്യൂരിക് ആസിഡ്, ഫോമിക് ആസിഡ്, ഹൈഡ്രോക്ലോറിക് ആസിഡ്, സിട്രിക് ആസിഡ്. പെരുമ്പാവൂര്. നിയാസ് എവിടെയാ? അജിത്ത് അജിത്ത് പിന്നെ സ്ഥിരമായിട്ട് നമ്മുടെ ക്ലാസ് വരുന്നതല്ലേ? അജിത് KS ഞാൻ കാണാറുണ്ട്. പെരുമ്പാവൂര് തന്നെയാണ് അജിത്ത്. ഇതുകൊണ്ടുള്ള ഒരു ഗുണം എന്താണെന്നറിയോ? ഏത് നാട്ടിൽ ചെന്ന് പെട്ടാലും പെടൂല എന്നുള്ളൊരു ധൈര്യം ഉണ്ട്. ആരെങ്കിലൊക്കെ എവിടെന്നെങ്കിലൊക്കെ ഉണ്ടല്ലോ. ആൻമറിൻ എനിക്കറിയാം, പത്തനംതിട്ട. നിയാസ് കോതമംഗലം. ഓക്കെ. കോതമംഗലം അത്രേ അറിയുള്ളൂ, അത് നെല്ലിക്കുഴി എന്നൊന്നും പറഞ്ഞാൽ അറിയില്ല. അപ്പൊ ഏതാണ്? ഹൈഡ്രോക്ലോറിക് ആസിഡ് ആണ് കേട്ടോ. ഹൈഡ്രോക്ലോറിക്. സജ്ന കാസർഗോഡാണോ? ഓക്കെ. ഹൈഡ്രോക്ലോറിക് ആസിഡ് ആണ് കേട്ടോ നൈട്രിക് ആസിഡിൽ ചേർക്കുന്നത്. നൈട്രിക് ആസിഡ് അക്വാറീജിയ നിർമ്മിക്കാനായിട്ട് ചേർക്കുന്നത് ഏതാണ്? ഹൈഡ്രോക്ലോറിക് ആസിഡ് ആണ്. ഈ അക്വാറീജിയക്ക് വേറെ എന്തെങ്കിലും വിളിപ്പേരുണ്ടോ? നമ്മൾ ഓമനപ്പേര് എന്നൊക്കെ പറയൂലെ, അതുപോലെ എന്തെങ്കിലും വിളിപ്പേരുണ്ട് അക്വാറീജിയക്ക്? രാജകീയ ദ്രാവകം. രാജകീയ ദ്രാവകം എന്ന് അറിയപ്പെടുന്നത് ഏതാണ്? അക്വാറീജിയാണ്. എന്താണ് അക്വാറീജിയുടെ പ്രത്യേകത? എന്താണ് രാജകീയ ദ്രാവകം എന്ന് അറിയപ്പെടുന്ന അക്വാറീജിയുടെ പ്രത്യേകത? എന്താണ്? നമ്മുടെ ഗോൾഡ് എല്ലാം എന്താണ്? ഗോൾഡ് ലയിച്ചു പോകുന്ന, അതായത് നമ്മുടെ എന്താ പറയാ, നോബിൾ സംഭവങ്ങൾ ഉണ്ടല്ലോ, നോബിൾ എലമെന്റ്സ്, അവയെല്ലാം ലയിച്ചു പോകുന്ന അല്ലെങ്കിൽ ഡിസോൾവ് ആയി പോകുന്ന, ഗോൾഡും പ്ലാറ്റിനും ഒക്കെ ലയിച്ചു പോകുന്ന ദ്രാവകമാണ് അക്വാറീജിയ. ഇതില് നൈട്രിക് ആസിഡും ഹൈഡ്രോക്ലോറിക് ആസിഡും തമ്മിലുള്ള ആ റേഷ്യോ എത്രയാണ്? നൈട്രിക് ആസിഡും ഹൈഡ്രോക്ലോറിക് ആസിഡും തമ്മിലുള്ള റേഷ്യോ ഏതാണ്? 3.1 എന്ന് പറഞ്ഞു. 3 ആരാണ്? 1 ആരാണ്? 3.1 എന്ന് പറയുന്നുണ്ട്, 1.3 എന്ന് പറയുന്നുണ്ട്. 3 ആരാണ്? 1 ആരാണ്? 3 ആരാണ്? 3 ഹൈഡ്രോക്ലോറിക് ആസിഡ്, 3 HCl. 3 HCl. 1 നമ്മുടെ നൈട്രിക് ആസിഡ്. ഓക്കെ. 1 നൈട്രിക് ആസിഡ്, 3 HCl. ക്ലിയർ ആണല്ലോ? ഡൗട്ട് ഒന്നുമില്ലല്ലോ? ഓക്കെ. HNO3. സ്വർണ്ണ സംഖ്യയുടെ അല്ലെങ്കിൽ സ്വർണത്തിന്റെ അണുസംഖ്യ, അതായത് സ്വർണത്തിന്റെ അറ്റോമിക് നമ്പർ ആണ് ഉദ്ദേശിക്കുന്നത്. 81ാമത്തെ ചോദ്യം വരുന്നു. 20, 79, 90, 81. അനു കമന്റ് ചെയ്യരുത്, പോൾ യൂസ് ചെയ്യുക. താഴെ A, B, C
ഡി അങ്ങനെ കാണുന്നില്ലേ? അതിൽ കുത്തി കൊടുക്കുക. ഏതാണ്? 79 കേട്ടോ. സ്വർണത്തിന്റെ അണുസംഖ്യയായിട്ട് പറയപ്പെടുന്നത് എത്രയാണ്? 79 സ്വർണത്തിന്റെ അണുസംഖ്യയായിട്ട് പറയപ്പെടുന്നത് 79. 82. ജലതന്മാത്രയിലെ ഹൈഡ്രജൻ ആറ്റങ്ങളുടെ എണ്ണം എത്രയാണ്? 1, 2, 3, 4. ഓക്കെ കാർത്തിക. ജലതന്മാത്രയിലെ ഹൈഡ്രജൻ ആറ്റങ്ങളുടെ എണ്ണം. എങ്ങനെയാണ് ജലതന്മാത്ര എന്ന് പറയുമ്പോൾ അല്ലേ H2O, ഇങ്ങനെയല്ലേ? H2O ജലതന്മാത്ര. ജലതന്മാത്ര എന്ന് പറയുമ്പോൾ H2O ആണ്. H2O ഹൈഡ്രജൻ എത്ര ഉള്ളത്? 2 എണ്ണം, ഒരു ഓക്സിജനും. സോ എത്രയാ? 2. ക്ലിയർ ആയോ? ജലതന്മാത്ര എന്ന് പറയുമ്പോൾ H2O. H2O 2 ഹൈഡ്രജൻ, ഒരു ഓക്സിജൻ. സോ 2. Then സാർവിക ലായകം എന്ന് അറിയപ്പെടുന്നത് എന്തിനെയാണ്? സാർവിക ലായകം എന്ന് അറിയപ്പെടുന്നത് 83ാമത്തെ ചോദ്യം. രക്തം, ജലം, പെട്രോളിയം, മണ്ണെണ്ണ. മണ്ണെണ്ണയൊക്കെ പിടിച്ചിട്ട് സാർവിക ലായകം ആക്കിയ മഹാൻ ആരാണ്? നിയാസെ ഒന്ന് ക്ലോസ് ചെയ്ത് ഓപ്പൺ ചെയ്തു. നെറ്റ്വർക്ക് ഡൗൺ ആവുന്നതുകൊണ്ടാണ്. ഒന്ന് ക്ലോസ് ചെയ്ത് ഓപ്പൺ ചെയ്തു. ഏതാണ്? ജലമാണ് കേട്ടോ. ജലം. സാർവിക ലായകം. ബ്ലഡും പെട്രോളിയം മണ്ണെണ്ണൊക്കെ ആക്കിയവരുണ്ട് അല്ലെ? എല്ലാവർക്കും ആളുണ്ട്, ആരെയും ഒറ്റപ്പെടുത്തിയിട്ടില്ല. അപ്പൊ ഏതാണ്? ജലമാണ്. ഏതായാലും സാർവിക ലായകം എന്ന് അറിയപ്പെടുന്നു. ഒറ്റപ്പെടുത്തുന്നൊക്കെ വേറെ കാര്യം. എന്നാലും സാർവിക ലായകം എന്ന് അറിയപ്പെടുന്നത് ആരെയാണ്? ജലത്തെയാണ് സാർവിക ലായകം എന്ന് അറിയപ്പെടുന്നത്. 84. പ്രകൃതിദത്തമായ മൂലകങ്ങളുടെ എണ്ണം എത്രയാണ്? പ്രകൃതിദത്തമായ മൂലകങ്ങളുടെ എണ്ണം. 84ാമത്തെ ചോദ്യം. 82, 92, 100, 102. അത്രക്കും നല്ല കുട്ടികളാ ഷീബ. അവസാനത്തെ പ്രകൃതിദത്ത മൂലകം ഏതാണെന്നറിയോ? പ്രകൃതിദത്തമായ മൂലകങ്ങളുടെ എണ്ണം നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. ഏതാണ് അവസാനത്തെ പ്രകൃതിദത്ത മൂലകമായിട്ട് പറയപ്പെടുന്നത്? ഏതാണ്? 92 ഇതിന്റെ ഉത്തരം. അവസാനത്തെ പ്രകൃതിദത്ത മൂലകമായിട്ട് പറയപ്പെടുന്നത് യുറേനിയമാണ്. യുറേനിയമാണ് അല്ലെ? അവസാനത്തെ പ്രകൃതിദത്ത മൂലകമായിട്ട് അറിയപ്പെടുന്ന ഏതാണ്? യുറേനിയമാണ്. അഫ്സൽ വാഴൂര്, നമ്മുടെ വാഴക്കാട് അടുത്തുള്ള വാഴൂരാണോ? ഓക്കെ, ഏതാണ്? യുറേനിയമാണ്. ദെൻ ആദ്യം കൃത്രിമമായിട്ട് നിർമ്മിച്ച ആദ്യ മൂലകം ഏതാണ്? കൃത്രിമമായിട്ട് നിർമ്മിച്ച ആദ്യ മൂലകം ഞാൻ മലപ്പുറമാണ്, പാലക്കാട് വാഴൂർ. ഏതാണ്? ടെക്നീഷ്യമാണ്. ടെക്നീഷ്യമാണ് കേട്ടോ. കൃത്രിമമായിട്ട് നിർമ്മിച്ച ആദ്യ മൂലകമായിട്ട് പറയപ്പെടുന്ന ഏതാണ്? ടെക്നീഷ്യം. യുറേനിയത്തിന്റെ അണുസംഖ്യ എത്രയാണ്? യുറേനിയത്തിന്റെ അണുസംഖ്യ എത്രയാണ്? 90, 92, 80, 100. നിരഞ്ജൻ കൊണ്ടോട്ടിയാണോ? കൊണ്ടോട്ടി എവിടെയാ? ആരോടാണ് ഞാനിതൊക്കെ പറഞ്ഞിരുന്നല്ലേ? പിന്നെ കണ്ണ് നിറഞ്ഞു പോവാണ് ഇവിടെ 100 കണ്ടിട്ട്. നിരഞ്ജൻ എടവണ്ണപ്പാറയിൽ എവിടെ? 100% കണ്ടിട്ട് കണ്ണ് നിറഞ്ഞു പോവാണ്. ഏതായാലും ഏതാണ്? 92 കേട്ടോ യുറേനിയത്തിന്റെ അണുസംഖ്യ. യുറേനിയത്തിന്റെ അണുസംഖ്യ എത്രയാണ്? 92. യുറേനിയത്തിന്റെ അണുസംഖ്യയായിട്ട് പറയപ്പെടുന്നത് 92. അതാണ് ഞാൻ പറഞ്ഞ അവസാനത്തെ എന്താണ്? അവസാനത്തെ പ്രകൃതിദത്ത മൂലകം ഏതെന്നൊക്കെ ഞാൻ ചോദിച്ചില്ലേ? ഓക്കെ, നിരഞ്ജൻ അവിടുന്ന് ഒരു 2 കിലോമീറ്റർ ഇപ്പുറമാണ് ഞാൻ. ജലത്തിന്റെ pH മൂല്യം എത്രയാണ്? 0, 7, 5, 6. പറഞ്ഞു വന്നപ്പോ നമ്മളെ അയൽവാസികളായി നിരഞ്ജൻ. ജസ്ന ചെറുവാടിയാണ്, ഒരു പുഴക്കപ്പുറം.
ചാലിയാറിന്റെ അപ്പുറം ഇപ്പുറം അല്ലെ. അപ്പൊ ഏതാണ്? 7 ജലത്തിന്റെ pH മൂല്യം. ജലത്തിന്റെ pH മൂല്യം എത്രയാണ്? 7. ഈ pH സ്കെയിൽ എന്ന കോൺസെപ്റ്റ് വെച്ചിട്ടാണ് ഏത് നമ്മള് ഒരു പദാർത്ഥം അസിഡിക് ആണോ അല്ലെങ്കിൽ ശുദ്ധജലം 7 ആണ് നിരഞ്ജൻ. അസിഡിക് ആണോ അല്ലെങ്കിൽ ഏതാണോ എന്ന് തീരുമാനിക്കുന്നത് ആൽക്കലൈൻ ആണോ എന്ന് അല്ലെങ്കിൽ ബേസ് ആണോ എന്ന് തീരുമാനിക്കുന്നത്. അപ്പൊ pH സ്കെയിൽ വെച്ചിട്ടാണ് ഇത് അളക്കുന്നത്. ഈ pH സ്കെയിൽ എന്ന കൺസെപ്റ്റ് കൊണ്ടുവന്നത് ആരാണ്? അല്ലെങ്കിൽ pH സ്കെയിൽ കണ്ടുപിടിച്ചത് ആരാണ്? സോറൻസൺ ആണ് pH സ്കെയിൽ കണ്ടെത്തിയിരിക്കുന്നത്. സോറൻസൺ ആണ് pH സ്കെയിൽ കണ്ടെത്തിയിരിക്കുന്നത്. അപ്പൊ pH 7 കുറവുള്ളതാണെങ്കിൽ എന്താണ്? അത് അസിഡിക് ആണോ അല്ലെങ്കിൽ ആൽക്കലൈൻ ആണോ? pH 7 കുറവാണ് എന്നുണ്ടെങ്കിൽ അത് എന്താണ്? അത് അസിഡിക് ആണ്. pH 7 കുറവാണെങ്കിൽ അത് അസിഡിക് ആണ്. 7 കൂടുതലാണ് എന്നുണ്ടെങ്കിലോ അത് ബേസ് അല്ലെങ്കിൽ ആൽക്കലൈൻ ആണ്. ബേസ് അല്ലെങ്കിൽ ആൽക്കലൈൻ ആണ്. ബ്ലഡിന്റെ pH എത്രയാണെന്നറിയോ? ബ്ലഡിന്റെ PSC ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാറുണ്ട്. ബ്ലഡിന്റെ pH എത്രയാണ്? 7.4. അതാണ് കേട്ടോ നിരഞ്ജൻ ബ്ലഡിന്റെ pH ആണ് ഏത്? 7.4 ആണ് ബ്ലഡിന്റെ pH ആയിട്ട് പറയപ്പെടുന്നത്. PSC ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്ന ഒരു ചോദ്യം കൂടെയാണ്. ടോർച്ച് സെല്ലിൽ ഉപയോഗിക്കുന്ന ലോഹം ഏതാണ്? ടോർച്ച് സെല്ലിൽ ഉപയോഗിക്കുന്ന ലോഹം 87. കറുത്തീയം, സിങ്ക്, നിക്കൽ, ടിൻ. ഏതാണ്? സിങ്ക് ആണ് കേട്ടോ. സിങ്ക്. ഓക്കെ. ടോർച്ച് സെല്ലില് ടോർച്ച് സെല്ലിൽ ഉപയോഗിക്കുന്ന ലോഹം ഏതാണ്? സിങ്ക് ആണ് ടോർച്ച് സെല്ലിൽ ഉപയോഗിക്കുന്നത്. ഈ സിങ്ക് നമ്മുടെ എവിടെയുണ്ട്? മീനാക്ഷി പറഞ്ഞ പോലെ നമ്മുടെ കണ്ണുനീരിൽ അടങ്ങിയിരിക്കുന്നത്. കണ്ണുനീരിൽ അടങ്ങിയിരിക്കുന്ന ലോഹം ഏതെന്ന് ചോദിച്ചാൽ ഏതാണ്? സിങ്ക് ആണ് കണ്ണുനീരിൽ അടങ്ങിയിരിക്കുന്ന ലോഹം ഏതെന്ന് ചോദിച്ചാൽ ഏതാണ്? സിങ്ക് ആണ്. എന്നാൽ ഇൻസുലിന് അടങ്ങിയിരിക്കുന്ന ഏതാണ്? ഇൻസുലിൻ. ലെഡ് ആണ്. ഇൻസുലിനിൽ അടങ്ങിയിരിക്കുന്നത് അതും സെയിം സിങ്ക് തന്നെയാണ്. ഏത്? ഇൻസുലിൻ. ഇൻസുലിനിൽ അടങ്ങിയിരിക്കുന്നത് ഏത് തന്നെയാണ്? സിങ്ക് തന്നെയാണ് ഇൻസുലിനിലും അടങ്ങിയിട്ടുള്ളത്. 88. കടൽ ജലത്തിൽ ഏറ്റവും കൂടുതലുള്ള ലവണം ഏതാണ്? സോഡിയം ക്ലോറൈഡ്, മഗ്നീഷ്യം ക്ലോറൈഡ്, പൊട്ടാസ്യം ക്ലോറൈഡ്, അമോണിയം ക്ലോറൈഡ്. ഇത് തെറ്റിക്കുന്നവരെ ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് നിങ്ങൾ തന്നെ പറ. മട്ടൽ പ്രയോഗം നടത്തേണ്ടി വരും അല്ലെ? കടലിൽ മുക്കണം. ആഷിക്ക് പറഞ്ഞ പോലെ ഇത് തെറ്റിച്ചവൻ എന്ത് ചെയ്യണം? കടലിൽ കൊണ്ടുപോയിട്ട് മുക്കണം. ഏതാണ്? അങ്ങനെങ്കിലും ബോധം വരട്ടെ എന്താണ് കടൽ ജലത്തിൽ അടങ്ങിയിട്ടുള്ളത് അല്ലെ? സോഡിയം ക്ലോറൈഡ് ആണ്. സോഡിയം ക്ലോറൈഡ് ആണ് കേട്ടോ. നമ്മുടെ ഉപ്പ്. ഓക്കെ, വിട്ടുകളയണം എന്നാണോ ശരത്ത്? ഓക്കെ, സോഡിയം ക്ലോറൈഡ്. ഓക്കെ, സോഡിയം ക്ലോറൈഡ് ആണ്, അഥവാ നമ്മുടെ ഉപ്പാണ് കടൽ ജലത്തില് ഏറ്റവും കൂടുതൽ അടങ്ങിയിട്ടുള്ള ലവണം. കടൽ ജലത്തിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിട്ടുള്ള ലവണം ഏതാണ്? സോഡിയം ക്ലോറൈഡ് ആണ്. 89. ഐസ് പ്ലാന്റുകളില് ശീതീകരണത്തിന് ഉപയോഗിക്കുന്ന രാസവസ്തു ഏതാണ്? ഓസോൺ, ക്ലോറിൻ, ഫ്ലൂറിൻ, അമോണിയ. ഐസ് പ്ലാന്റിലൊക്കെ പോയിട്ടുണ്ടോ? ഫ്രിഡ്ജിലുണ്ട്, അത് ചെറിയ അളവിലല്ലേ ഉള്ളൂ. ഏതാണ്? അമോണിയയാണ് കേട്ടോ. അമോണിയ. ഐസ് പ്ലാന്റുകളിൽ ശീതീകരണത്തിന് ഉപയോഗിക്കുന്ന രാസവസ്തു ഏതാണ്? അമോണിയയാണ് ഐസ് പ്ലാന്റുകളിൽ ശീതീകരണത്തിന് ഉപയോഗിക്കുന്ന രാസവസ്തുവായിട്ട് പറയപ്പെടുന്നത്. ഓക്കെ. ഹൈഡ്രജൻ വാതകത്തിന്റെ നിറം എന്താണ്? ഹൈഡ്രജൻ വാതകത്തിന്റെ നിറം 90ാമത്തെ ചോദ്യം. മഞ്ഞ, നീല, പച്ച, നിറമില്ല. ആ നീല കളറില് ഹൈഡ്രജൻ കണ്ടവരൊക്കെ ഒന്ന് ഇവിടെ വന്നേ, നോക്കട്ടെ ആരൊക്കെയാണ് ആ നീല കളറിലുള്ള ഹൈഡ്രജൻ കണ്ടതെന്ന്.
ഹൈഡ്രജന് എന്തില്ല? നിറമില്ല. ഏട്ടാ, ഹൈഡ്രജന് എന്തില്ല? നിറമില്ല. നിറമില്ല ഏതിന്? ഹൈഡ്രജന് നിറമില്ല. ഓക്കെ, ഞാനേ കണ്ടുള്ളൂ, ഞാൻ മാത്രമേ കണ്ടുള്ളൂ അല്ലെ നീല നിറത്തിലുള്ളത്. പക്ഷെ നീല നിറമുണ്ട് ആർക്ക്? നമ്മുടെ ഓക്സിജന് നീല നിറമുണ്ടോ? ഓക്സിജന് നീല നിറമുണ്ടോ? ഉണ്ട്. പക്ഷെ കണ്ടീഷൻ ഉണ്ട്. ഏത്? വാതകമായിരിക്കുന്ന സമയത്ത് കളർ ഉണ്ടാവില്ല. ഓക്കെ, വാതകം ആയിരിക്കുന്ന സമയത്ത് ഓക്സിജന് നിറം ഉണ്ടാവില്ല. അത് ദ്രാവകം, അതുപോലെ തന്നെ സോളിഡ്, ഖരം, ഈ ഒരു അവസ്ഥയിൽ നിൽക്കുമ്പോൾ ഓക്സിജന് എന്തുണ്ട്? നിറമുണ്ട്. ഓക്കെ, ലാമ്പ് വേറെ കോൺസെപ്റ്റ് ആണ്, ലാമ്പ് വിട്. ഓക്കെ, അങ്ങനെയാണ് കേട്ടോ. ലാമ്പുമായിട്ട് ഇതിനെ ലിങ്ക് ഇല്ല കേട്ടോ. ഹൈഡ്രജൻ ലാമ്പിന് നിറമുണ്ട് എന്ന് കരുതിയിട്ട് ഹൈഡ്രജന് നിറം ഉണ്ടായിക്കൊള്ളണമെന്നില്ല. നമ്മളെ ഇവൻ പറഞ്ഞ സന്തോഷ് പണ്ഡിത് പറഞ്ഞ ഡയലോഗാണ് എനിക്ക് ഓർമ്മ വന്നത്. ഏത്? ഹൈഡ്രജൻ ലാമ്പിൽ നീല ഉണ്ടല്ലോ എന്ന് മറ്റേ സന്തോഷ് പണ്ഡിതിന്റെ ഒരു ഡയലോഗ് ഉണ്ടല്ലോ. ഏതാണ്? ക്രീം ബിസ്ക്കറ്റില് ഓർമ്മയുണ്ടാവും. അതുപോലെ ആക്കരുത്. പിന്നെ ജലം തിളക്കുന്നത് എത്ര ഡിഗ്രി സെന്റിഗ്രേഡിലാണ് ജലം തിളക്കുന്നത്? 100, 150, 120, 200. ലൈറ്റ് ബ്ലൂ ആണ് ഓക്സിജന്റെ കളർ. ഏതാണ്? 100 ഡിഗ്രിയാണ് കേട്ടോ. ജലം തിളക്കുന്നത് എത്ര ഡിഗ്രി സെന്റിഗ്രേഡിലാണ്? 100 ആണ്. ഇനിയിപ്പോ ജലം തിളപ്പിക്കാൻ വെച്ചിരിക്കുന്നത് പ്രഷർ കുക്കറിലാന്ന് കരുതുക. പ്രഷർ കുക്കറിൽ ജലം തിളക്കുന്ന ഊഷ്മാവ് എത്രയാണ്? ഓക്കെ, വെരി ഗുഡ് ശിവ. അത് 120 ഡിഗ്രിയിലാണ്. പ്രീവിയസ് ക്വസ്റ്റ്യനും കൂടെയാണ് കേട്ടോ. പ്രഷർ കുക്കറിൽ ജലം തിളക്കുന്ന ഊഷ്മാവ്, പ്രഷർ കുക്കറിൽ ജലം തിളക്കുന്ന ഊഷ്മാവ് എത്രയാണ്? 120 ഡിഗ്രി സെൽഷ്യസ് ആണ് പ്രഷർ കുക്കറിൽ ജലം തിളക്കുന്ന ഊഷ്മാവ്. അതൊരു പ്രീവിയസ് ക്വസ്റ്റ്യനും കൂടെയാണ്. ദെൻ നീല സ്വർണം എന്ന് അറിയപ്പെടുന്നത് എന്തിനെയാണ് നീല സ്വർണം എന്ന് അറിയപ്പെടുന്നത്? ജലവൈദ്യുതി, ജലം, ഗ്രാഫൈറ്റ്, യുറേനിയം. ഷിംന, കുറെ ഇടവേളയ്ക്ക് ശേഷം വന്നപ്പോ നിയമങ്ങളൊക്കെ മറന്നുപോയോ? കോള് ചെയ്യും. കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് ആളെ ഇപ്പോഴാ കാണുന്നത്. ഗുഡ് ആഫ്റ്റർനൂൺ അഖിൽ. ആർടാക്സ് എന്നൊരു ഗ്രൂപ്പ് ഉണ്ട്. അതിന്റെ ലിങ്ക് ആണ് ഞാൻ മുകളിൽ കൊടുത്തിരിക്കുന്നത്. സിഗ, അതിൽ ജോയിൻ ചെയ്താൽ മതി കേട്ടോ. PDF ഞാൻ ഇതിന്റെ എല്ലാം PDF മുൻകൂട്ടി തന്നിട്ടാണ് ഈ എക്സാം ഒക്കെ ഇടുന്നത്. അപ്പൊ PDF കിട്ടാൻ മുകളിലുള്ള ആ ലിങ്കിൽ നിങ്ങൾ ജോയിൻ ചെയ്താൽ മതി കേട്ടോ. ഏതാണ്? ജലമാണ് നീല സ്വർണം എന്ന് അറിയപ്പെടുന്നത്. നീല സ്വർണം എന്ന് അറിയപ്പെടുന്നത് ഏതിനെയാണ്? ജലത്തെയാണ്. നീല സ്വർണം എന്ന് അറിയപ്പെടുന്നത് ജലമാണ്. സമുദ്രജലത്തിൽ നിന്ന് ശുദ്ധജലം ഉൽപ്പാദിപ്പിക്കുന്ന പ്രക്രിയ ഏതാണ്? ഫ്രാഗ്മെന്റേഷൻ, ഇവാപറേഷൻ, ഡിസ്റ്റിലേഷൻ, കാമ്പസ്റ്റിംഗ്. ഓക്കെ സിഗ, ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തോളൂ. ഏതാണ്? ഡിസ്റ്റിലേഷൻ ആണ് കേട്ടോ. സമുദ്രജലത്തിൽ നിന്ന് ശുദ്ധജലം ഉൽപ്പാദിപ്പിക്കുന്ന പ്രക്രിയ. ലോകത്ത് ഏറ്റവും കൂടുതൽ സമുദ്രജലത്തിൽ നിന്നും ശുദ്ധജലം വേർതിരിച്ചെടുക്കുന്ന രാജ്യം ഏതാണെന്നറിയോ? ഓക്കെ, അഖിൽ സാറല്ല, അടുത്തേക്ക് പിടിക്കാൻ നോക്ക്. എല്ലാം ഉണ്ട് കാവ്യ, മിക്സ്ഡ് ആണ്. LGS, LTC, ഫയർമാൻ, CPO എല്ലാത്തിനും പറ്റും. ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത് സമുദ്രജലത്തിൽ നിന്നും ഏറ്റവും കൂടുതൽ ശുദ്ധജലം ഡിസ്റ്റിലേഷൻ വഴി ഉണ്ടാക്കിയെടുക്കുന്നത് സൗദി അറേബ്യ ആണ് കേട്ടോ. കിങ്ഡം ഓഫ് സൗദി അറേബ്യ, KSA ആണ് ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത്. ഞാൻ മുന്നേ എപ്പോഴും ഏതൊരു ക്ലാസ്സിൽ ഞാനത് പറഞ്ഞിട്ടുണ്ട്. 94. കടൽ ജലത്തിൽ രണ്ടാമത് ഏറ്റവും കൂടുതലുള്ള ലവണം ഏതാണ്? 94ാമത് ചോദ്യം. സോഡിയം ക്ലോറൈഡ്, മഗ്നീഷ്യം ക്ലോറൈഡ്, പൊട്ടാസ്യം ക്ലോറൈഡ് ഇവയൊന്നുമല്ല. ഇതിൽ A പറഞ്ഞ ആ ഒരാൾ, അയാളെ ഞാൻ എന്താ ചെയ്യേണ്ടത്? ഇപ്പൊ രണ്ടാളായി. നേരത്തെ പറഞ്ഞു എന്ത്? A എന്താന്ന് പറഞ്ഞു? ഏറ്റവും കൂടുതലുള്ള ലവണമാണെന്ന് പറഞ്ഞു. കടൽ ജലത്തിൽ ഏറ്റവും കൂടുതലുള്ള ലവണമാണ് സോഡിയം ക്ലോറൈഡ് എന്നാ പഠിച്ചു വെച്ചിരിക്കുന്നത്. ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താണ്? കടൽ ജലത്തിൽ രണ്ടാമത് ഏറ്റവും കൂടുതലുള്ള ലവണം ഏത് എന്നാണ്. രണ്ടാമത് ഏറ്റവും കൂടുതൽ ഉള്ള ലവണം ഏതാണ്? മഗ്നീഷ്യം ക്ലോറൈഡ് ആണ് കേട്ടോ. മഗ്നീഷ്യം ക്ലോറൈഡ്. 94, 95.
ഏറ്റവും കുറച്ച് ഇലക്ട്രോ നെഗറ്റിവിറ്റി ആയ മൂലകം, ഇലക്ട്രോ നെഗറ്റിവിറ്റി ഏറ്റവും കുറവുള്ള മൂലകം ഏതാണ്? ഗാലിയം, ഫ്രാൻസിയം, സീസിയം, നിയോൺ. എന്ത് വ്യത്യാസക്കറേ? പ്രജിഷ ഓഫീസിലാണോ? ഓക്കെ. മുടിയൊന്ന് വെട്ടിയതാണ് സ്കർ. ഒരുപാട് നാളത്തിന് ശേഷം ലോക്ക്ഡൌൺ ഒക്കെ മാറിയിട്ട് മുടിയൊക്കെ ഒന്ന് പോയി വെട്ടിയതാണ്. ഏതാണ്? സീസിയം ആണ് കേട്ടോ. സീസിയം ഏറ്റവും കുറച്ച് ഇലക്ട്രോ നെഗറ്റിവിറ്റി ഉള്ള, ഏറ്റവും കുറച്ച് ഇലക്ട്രോ നെഗറ്റിവിറ്റി ഉള്ള മൂലകമായിട്ട് പറയപ്പെടുന്നത് ഏതാണ്? സീസിയം ആണ് ഏറ്റവും കുറച്ച് ഇലക്ട്രോ നെഗറ്റിവിറ്റി ഉള്ള മൂലകമായിട്ട് പറയപ്പെടുന്നത്. 96. ഘനജലം എവിടെയാണ് ഉപയോഗിക്കുന്നത്? ഘനജലം എവിടെയാണ്? ജെറ്റ് എഞ്ചിൻ, ക്വാർട്സ് ക്ലോക്ക്, അക്വാലൻസ്, ന്യൂക്ലിയർ റിയാക്ടർ. 96. എവിടെയാണ്? ന്യൂക്ലിയർ റിയാക്ടറിലാണ് കേട്ടോ. ന്യൂക്ലിയർ റിയാക്ടർ. ഘനജലം എവിടെയാണ് ഉപയോഗിക്കുന്നത്? തന്നിരിക്കുന്ന ഓപ്ഷനുകളിൽ ന്യൂക്ലിയർ റിയാക്ടറുകളിൽ ഘനജലം ഉപയോഗിക്കുന്നുണ്ട്. 1 ലിറ്റർ ജലത്തിൽ അടങ്ങിയിരിക്കുന്ന ഉപ്പിന്റെ അളവ് എത്ര ഗ്രാമാണ്? ഐ മീൻ ഇത് 1 ലിറ്റർ കടൽ ജലമാണ് കേട്ടോ, സമുദ്രജലത്തിൽ അടങ്ങിയിരിക്കുന്ന ഉപ്പിന്റെ അളവ് എത്ര ഗ്രാമാണ്? സമുദ്രജലമാണോ അല്ലെങ്കിൽ ജലം തന്നെയാണോ? ഓക്കെ, ഇതില് സമുദ്രജലം എന്നില്ല. സമുദ്രജലത്തിലാണെങ്കിൽ ഇതിൽ പറഞ്ഞ അളവ് ഉണ്ടായ പോരാ. അപ്പൊ സാധാരണ ജലത്തിൽ തന്നെയായിരിക്കും. എത്ര? 1 ലിറ്റർ ജലത്തിൽ അടങ്ങിയിരിക്കുന്ന ഉപ്പിന്റെ അളവ്. ഏതായാലും ഒരുപാട് ലവണങ്ങളൊക്കെ ഉണ്ടല്ലോ ജലത്തിൽ, അപ്പൊ അതിന്റെ കൂടെ ഉപ്പും ഉണ്ടാവും. എത്രയാണ്? 35 ഗ്രാം ആണ് കേട്ടോ. 35 ഗ്രാം. ഓക്കെ, 35 ഗ്രാം ആണ് 1 ലിറ്റർ ജലത്തിൽ അടങ്ങിയിരിക്കുന്ന ഉപ്പിന്റെ അളവ്. 35 ഗ്രാം. ക്യുക്ക് സിൽവർ എന്ന് അറിയപ്പെടുന്നത് ഏതിനെയാണ്? ക്യുക്ക് സിൽവർ എന്ന് അറിയപ്പെടുന്നത് പ്ലാറ്റിനം, റുബീഡിയം, മെർക്കുറി, ഹീലിയം. കടൽ ജലത്തിലല്ല, സാധാരണ വെള്ളം. കടൽ ജലത്തിൽ 35 ഗ്രാം ഒന്നുമല്ല ഉണ്ടാവും. സാധാ വെള്ളത്തിനടുത്ത് ഒരുപാട് എന്തുണ്ട്? ലവണങ്ങൾ ഉണ്ടാവുമല്ലോ. അതിൽ ഒരു ലവണമായിട്ട് ഉപ്പും കിടപ്പുണ്ട്. ഏതാണ്? മെർക്കുറിയാണ് ക്യുക്ക് സിൽവർ. ക്യുക്ക് സിൽവർ എന്ന് അറിയപ്പെടുന്നത് ഏതാണ്? മെർക്കുറിയാണ്. വൈറ്റ് ഗോൾഡ് ഏതാണെന്നറിയോ? വൈറ്റ് ഗോൾഡ് എന്ന് അറിയപ്പെടുന്നത് ഏതാണ്? പ്ലാറ്റിനം ആണ്. വൈറ്റ് ഗോൾഡ് എന്ന് അറിയപ്പെടുന്നത് പ്ലാറ്റിനം ആണ്. അപ്പോ ഇനി LDCയുടേത് ഇന്ന് തുടങ്ങുകയാണ് കേട്ടോ. ആരും മറക്കേണ്ട. പ്ലസ് എടുക്കാൻ താല്പര്യമുള്ളവർ ഈ നമ്പർ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോളൂ, അറിവിന് വേണ്ടിയിട്ട്. ഓക്കെ. ദ്രാവകാവസ്ഥയിലുള്ള അലോഹ മൂലകം ഏതാണ്? ബ്രോമിൻ, മെർക്കുറി, ആർഗൺ ഇവയൊന്നുമല്ല. ഷിംന, ഏതാണ്? ബ്രോമിൻ ആണ് കേട്ടോ. ദ്രാവകാവസ്ഥയിലുള്ള അലോഹ മൂലകമായിട്ട് പറയപ്പെടുന്നത് ഏതാണ്? ബ്രോമിൻ ആണ് കേട്ടോ. ബ്രോമിൻ. ഓക്കെ, ബ്രോമിൻ ആണ്. യെല്ലോ കേക്ക് എന്ന് അറിയപ്പെടുന്നത് ടൈറ്റാനിയം ഡയോക്സൈഡ്, ലെഡ് ട്രയോക്സൈഡ്, യുറേനിയം ഓക്സൈഡ് ഇവയൊന്നുമല്ല. ഏതിനെയാണ് യെല്ലോ കേക്ക് എന്ന് അറിയപ്പെടുന്നത്? ഏതാണ്? യുറേനിയം ഓക്സൈഡ് ആണ് കേട്ടോ. യെല്ലോ കേക്ക് എന്ന് അറിയപ്പെടുന്ന ഏതാണ്? യുറേനിയം ഓക്സൈഡ് ആണ്. ടോട്ടൽ 50 ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു.
ഫസ്റ്റ് ഭാഗ്യ 50 50 കറക്റ്റ് ചെയ്തിട്ടുണ്ട്. സെക്കൻഡ് സൗമ്യ 50, തേർഡ് അനുപമ 50, ഫോർത്ത് മഞ്ജു 50, ഫിഫ്ത്ത് ഷീബ 49, സിക്സ്ത് ആഴ്ച 49, സെവൻത്ത് ശ്രീലക്ഷ്മി 49, എയ്ത്ത് ആൻമറിൻ 49, നയൻത്ത് അശ്വതി 49, 10th ആശ എബ്രഹാം 48. ഒരു 2-3 മാസത്തെ ഇടവേളയും കൂടെ കിട്ടും ഷിംന. ഓക്കെ, അപ്പൊ ഇനി അടുത്ത പ്ലസ് ക്ലാസ് 2 മണിക്ക് ഉണ്ട്. ഫ്രീ ക്ലാസ് അടുത്തത് വരുന്നത് 7 മണിക്കാണ് കേട്ടോ. ഫ്രീ അടുത്ത 7 മണിക്ക്, പ്ലസ് 2 മണിക്കൊണ്ട്, 4 മണിക്കൊണ്ട്, പിന്നെ രാത്രി 9 മണിക്കൊണ്ട്. ഫ്രീ ഇനി 7 മണിക്കും ദെൻ രാത്രി 10:30. പ്ലസ് എടുത്തോ ഷിംന, പഠിക്കാൻ ടൈം ഉണ്ട്. അപ്പൊ ഇന്നത്തെ ആ കോഴ്സിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഇനി അതിൽ പഠിച്ചു പോകാം ഷിംന. ബാക്കിയൊക്കെ ബ്രേക്ക് വന്നില്ലേ. ഫയർമാനൊക്കെ ഇനിയിപ്പോ എന്തായാലും ലോക്ക്ഡൌൺ മാറിക്കഴിഞ്ഞാൽ ആദ്യം നടക്കുന്ന കൂട്ടത്തിൽ ഫയർമാൻ ഒക്കെ നടക്കും, ഇഷ്യൂസ് ഒക്കെ മാറിക്കഴിഞ്ഞാൽ. ഓക്കെ അർച്ചന, ശരി, സി യു. റഫറൽ കോഡ് ആണോ? ഇതാണ് KM റോഷൻ എന്നാണ് കേട്ടോ. എന്റെ റഫറൽ കോഡ് KM റോഷൻ. സ്ക്രീൻഷോട്ട് എടുത്താൽ മതി, ഇതിൽ ഫുൾ ഡീറ്റെയിൽസ് ഉണ്ട്. KM റോഷൻ ആണ് എന്റെ റഫറൽ കോഡ്. ഓക്കെ.